ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം എഴുന്നേറ്റ് വിക്രത്തിന്റെ അടുത്ത് വന്ന് നോക്കാണ് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ വിക്രം ഉറങ്ങണ കാണുമ്പോൾ വേദ ഒരു ചെറിയ ചിരിയോട് കൂടിയിട്ട് അവിടെ നിന്ന് പോയിട്ട് മുഖമൊക്കെ കഴുകി ഫ്രഷായി കുളിച്ച് വരികയാണ്. അതിന് ശേഷം വേദ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ വാതിൽ പുറത്തുനിന്ന് കുറ്റിയിട്ടിട്ട് താക്കോല് തൻ്റെ ചുരിദാറിൻ്റെ ഒരു പോക്കറ്റിൽ തന്നെ വെച്ചുകൊണ്ട് പോവുകയാണ്. അത്രയും സുരക്ഷിതമായിട്ട് ഇരിക്കാനായിട്ട് വേദ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. വിക്രമാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കമാണ്. അങ്ങനെ ഹാളിൽ വരുമ്പോൾ ശ്രീകാന്ത് ഇരുന്ന് ചായ ഒക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ വേദ വന്നങ്ങനെ ഇരിക്കുമ്പോൾ പത്മം വന്ന് ചോദിക്കുന്നുണ്ട്, ചായ തട്ടേന്ന് ചോദിക്കുമ്പോൾ വേണ്ട അമ്മേ ഞാൻ കുടിച്ചു എന്ന് പറയുമ്പോൾ കുടിച്ചു എവിടെ നിന്ന് ചോദിക്കുമ്പോൾ കെറ്റിലും സാധനങ്ങളൊക്കെ മുകളിലുണ്ടല്ലോ അമ്മേ, ഇപ്പോൾ ഒരു രാവിലെ എഴുന്നേറ്റ് ഒരു കട്ടൻ കുടിക്കാന്നുള്ളത് ഒരു ശീലമായി മാറിയെന്ന് പറയുകയാണേ. ആഹാ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണം എടുക്കട്ടേന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഇപ്പം വേണ്ടാന്ന് പറയുകയാണേ. അപ്പോൾ ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അപ്പോൾ ചന്ദ്രശേഖരനാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ ആൾ പറയുന്നുണ്ട്, അതെ നീ ഒരു വിവരം അറിഞ്ഞോ ചോദിക്കുകയാണ്. അപ്പം എന്താ അച്ഛാ എന്ന് ചോദിക്കുകയാണ്. അതെ ആ സാബു ഇപ്പോൾ ഹോസ്പിറ്റലാ എന്ന് പറയും കേട്ടോ. ഹോസ്പിറ്റലോ? ആ അതെ, എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. അന്നേരം ചന്ദ്രശേഖരൻ പറയാണ്, അതെ അയാൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് ഡോക്ടർ പറയുന്നത് എന്ന് പറയട്ടോ. ആരാണ് ചെയ്തത്, ആരാണെന്ന് എനിക്ക് ഊഹിക്കാലോ എന്ന് പറയട്ടോ. അപ്പോൾ വേദന ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുകയാണേ. അപ്പം മാറി നിന്നിട്ട് ചോദിക്കണം, വിക്രമാണോ അച്ഛ എന്ന് ചോദിക്കണേ. അല്ലാതെ പിന്നെ വേറെ ആരാണ് അങ്ങനെ ചെയ്യാൻ സാധ്യത ഉള്ളത് എന്ന് പറയുകയാണേ. ഇതൊക്കെ കേട്ട് വേദനിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാണ്. ഞാനും ഉണ്ട് അച്ഛ. എന്നാൽ വേഗം റെഡിയാവും, നമുക്ക് രണ്ടുപേർക്കും പോകാമെന്ന് പറയുകയാണേ. അങ്ങനെ ശ്രീകാന്ത് വേദന എടുത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് വേദനയോട് ചോദിക്കുകയാണ്, ആഹാ അപ്പം അവൻ പണി തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുകയാണേ. ആ സാബുവിനെ പഞ്ഞി കിട്ടല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വേദ പറയുകയാണേ, പിന്നെ എന്ത് വിചാരിച്ച്, വിക്രം എല്ലാ കാലത്തും ഒളിഞ്ഞിരിക്കുന്നു വിചാരിച്ചോ? ഓഹോ, അപ്പോൾ വിക്രം തന്നെയാണ് ഇത് ചെയ്തതെന്നാണല്ലോ നിന്റെ ഉറപ്പ് എന്ന് പറയും കേട്ടോ. അതിപ്പോൾ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് എന്ന് പറയേ. വിക്രമിൻ്റെ അച്ഛനെയും വീട്ടുകാരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിലേ ഇങ്ങനെയല്ല, ഇതിൻ്റെ അപ്പുറത്ത് കിട്ടുമെന്ന് അടിച്ചോര് പ്രതീക്ഷിക്കനായിരിക്കും, അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയാണ് കേട്ടോ, അപ്പം നിനക്കറിയാം വിക്രം എവിടെ ഉണ്ടെന്ന് അല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. പിന്നെന്താ, തീർച്ചയായിട്ടും അറിയാം, ഒരു സംശയം വേണ്ട എന്ന് പറയുകയാണേ. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചടികൾ ഉടനെ തന്നെ ഉണ്ടാവും അല്ലേ? അതെ, തിരിച്ചടികൾ ഉടനെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ചേർന്നിട്ടാണ് ഏത് രീതിയിൽ തിരിച്ചടിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വേദാടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണേ. ശ്രീകാന്ത് ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം എഴുന്നേറ്റിട്ടുണ്ടാവും. അപ്പോൾ വിക്രമിൻ്റെ അടുത്ത് വന്നിട്ട് ബ്രഷ് ചെയ്യ്, ഞാൻ കാപ്പി എടുത്തരാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാല് ഭയങ്കര വേദന എന്ന് പറയുമ്പോൾ, ആഹാ കാല് വേദനയ്ക്കുമല്ലോ, ഈ കാല് വെച്ചിട്ടല്ലേ ആ ഇൻസ്പെക്ടർ തല്ലാൻ പോയത് എന്ന് പറയും കേട്ടോ. ഒരൊറ്റ അപ്പോൾ വിക്രം ചിരിക്കാൻ കേട്ടോ. അപ്പോൾ ഒരൊറ്റ കുത്തു വെച്ച് ഞാൻ തരും എന്ന് പറയാൻ കേട്ടോ. അത് തന്നെയാണ് സാവു ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കൈ കാണിച്ചു കൊടുക്കണ്ടേ, കണ്ടില്ലേ കുത്തിക്കിനി എന്ന് പറയും കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് വേദയ്ക്ക് ദേഷ്യം വരാൻ കേട്ടോ. ചിരി രാവിലെ തന്നെ ചിരിച്ച് മയക്കാൻ വരണ്ടെന്ന് പറഞ്ഞു കണ്ടിട്ട് അങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് അങ്ങോട്ട് പോകുകയാണേ. അപ്പം പറയും, നീയും വേണമെങ്കിൽ ഒരു കുത്തിക്കോ, കുഴപ്പമൊന്നുമില്ല, എന്തായാലും ആ കുത്ത് ഞാൻ തടക്കൊന്നുമില്ല കേട്ടാ എന്ന് പറയാണ് കേട്ടോ വേദനയോട് ഒരു ചിരിയോട് കൂടിയിട്ട്. അപ്പോൾ വേദമല്ല വിക്രം പറയുകയാണേ, അതെ അങ്ങനെയെങ്കിലും എന്നോടുള്ള ദേഷ്യം ഒന്ന് തീരട്ടെ എന്ന് പറയും കേട്ടോ. എനിക്കെന്താ ദേഷ്യം എന്ന് ചോദിക്കുകയാണേ. അല്ല, എനിക്ക് വേണ്ടി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇതൊക്കെ ചെയ്യുന്നത് ദേഷ്യത്തോട് കൂടിയിട്ടാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെയാണോ ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ വീട്ടിൽ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയും, അല്ല എന്നാലും നിനക്കിപ്പോൾ ബുദ്ധിമുട്ടായല്ലോ എന്നൊക്കെ പറയട്ടോ. പിന്നെ വലിയ ബുദ്ധിമുട്ട് എന്ന് പറയാൻ കേട്ടോ വേദ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വേദ പറയും, അല്ല ബുദ്ധിമുട്ടെന്ന് പറയാനായിട്ട് ഓരോന്ന് ഒപ്പിച്ച് വെക്കുകയല്ലേ, പിന്നെ എങ്ങനെ ശരിയാവുക? അത് പിന്നെ ഞാനെല്ലാം ഒഴിവാക്കി നിൻ്റെ കൂടെ സ്വസ്ഥതയോടുകൂടി ജീവിക്കണം എന്ന് വിചാരിച്ചപ്പോഴല്ലേ നീ അവിടെ നിന്ന് കടന്നു കളഞ്ഞത് എന്ന് പറയട്ടോ. അതുകൊണ്ട് എന്താ ഇപ്പോൾ സുഖമായില്ലേ, ഇവിടെ വന്ന് ഒളിച്ച് താമസിക്കാറായില്ലേ എന്ന് പറയും. ഇതിപ്പോൾ വലിയ സേഫായ സ്ഥലമാണോ? പിന്നല്ലാതെ ഇതിലും വലിയ സേഫായ സ്ഥലം ഇനി കിട്ടാനൊന്നുമില്ല എന്ന് വേദ പറയുകയാണേ. അങ്ങനെ വേദ ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വിക്രമിന് വേണ്ടിയിട്ട് ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ കാപ്പി ഉണ്ടാക്കിയിട്ട് വിക്രമിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എനിക്ക് അത്ര സേഫ് ആയിട്ടുള്ള സ്ഥലമായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ വിക്രമിന് ചായ കൊണ്ടു കൊടുക്കുകയാണ്. അങ്ങനെ ആ ചായ കുടിക്കുകയാണ് വിക്രം. അപ്പോൾ ആഹാ നല്ല ആളാണ്, ബ്രഷ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ബ്രഷൊന്നും ചെയ്യേണ്ട, ഈ കട്ടൻ ചായ കുടിക്കാനായിട്ട് ഇപ്പോൾ ബ്രഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം ചിരിക്കാനായിട്ട് ചിരിച്ച് മയക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ
വിക്രം പറയുന്നുണ്ട്. വിക്രമിനോട് പറയാണ് പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വായോ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാമെന്ന് പറയുകയാണേ. അപ്പം അതൊക്കെ എങ്ങനെ ഇവിടെ മുകളിലേക്ക് കൊണ്ടുവരാമെന്ന് ചോദിക്കുകയാണേ. അതൊന്നും അറിയണ്ട, ഇവിടെ ബ്രെഡും മുട്ടയൊക്കെ ഇരിപ്പുണ്ട്, അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഞാനിതിലേക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഈ വീട്ടിലുള്ളവരാരെങ്കിലും അന്വേഷിച്ച് വരെ, പോലീസുകാർ അന്വേഷിച്ച് വരെ ചെയ്താലോ, പിന്നെ ജില്ലാ ജഡ്ജിയുടെ വീട്ടിൽ അന്വേഷണം നടത്താനായിട്ട് എന്തായാലും പോലീസുകാർ വരുന്നു തോന്നില്ല. പിന്നെ ഈ വീട്ടിലുള്ളവർ വന്നാലേ ദേ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിയുമ്പോൾ ഒരു വാതിലുണ്ട് പുറത്തേക്ക്, അവിടെ നിന്നൊരു സ്റ്റോർ റൂമുണ്ട്, ആ സ്റ്റോർ റൂമിൽ ഒളിച്ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാം കേട്ടോ. അങ്ങോട്ട് പോകാം ആരെങ്കിലും വരികയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്ന സാബുവാണ് കേട്ടോ. സാബുവിന് കെടുപ്പ് കാണുമ്പോൾ നമുക്ക് വിഷമവും ദേഷ്യമൊക്കെ വരും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാളങ്ങനെ കെടുക്കുമ്പോൾ വിഷമാവും. കാരണം അത്ര മോശപ്പെട്ട അവസ്ഥയിലാണ് കെടുക്കുന്നത്. 2 കൈ ഒടിഞ്ഞിട്ടുണ്ട്, 2 കാലും ഒടിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ കഴുത്തും ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറയാണ് ഇത് സാധാരണ അപകടങ്ങളിൽ ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കാറില്ല. കാരണം കുതിഞ്ഞരമ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് മുറിച്ച് കളഞ്ഞിരിക്കുകയാണെന്ന് പറയട്ടോ. അത് ഈ പറഞ്ഞിട്ടില്ലേ കുതികാൽ വെട്ടുക എന്നൊക്കെ, അതാണ് സംഭവം. അത് സാധാരണ ആക്സിഡൻറ്റുകളൊന്നും മുറിഞ്ഞു പോകാറില്ല, മേജർ ആക്സിഡൻറ്റിൽ സംഭവിക്കും. പക്ഷെ അങ്ങനെ ആയിട്ടുള്ളൊരു ഇതും കാണുന്നില്ല. ഇതാരോ മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് തോന്നുന്നത്. പക്ഷെ എത്ര ചോദിച്ചിട്ട് സാർ അത് ആക്സിഡൻറ്റ് തന്നെയാണെന്നാണ് പറയുന്നത്. എന്തായാലും നിങ്ങളൊന്ന് നോക്കൂ. കാരണം ഇപ്പം ഈ കിടക്കുന്ന കിടപ്പിൽ നിന്ന് എഴുന്നേക്കാനായിട്ട് ഒരുപാട് കാലങ്ങൾ വേണ്ടി വരും. മാത്രമല്ല ഒരുപാട് വർഷങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്താൽ മാത്രമേ ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റൂ എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. അതിനുശേഷം ശ്രീകാന്തും കൂടെയുള്ള പോലീസുകാരൊക്കെ കൂടിയിട്ട് ചോദിച്ചു നോക്കാണ് കേട്ടോ, എന്താ സാബു സംഭവിച്ചതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഭയങ്കര ഇരുട്ടായിരുന്നു എന്ന് പറയുകയാണേ. പെട്ടെന്ന് ഞാൻ മദ്യപിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ബോധം ഉണ്ടായില്ല, ആളെ തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വിക്രമല്ലേ എന്ന് ചോദിക്കുകയാണ്. ശ്രീകാന്ത് വീണ്ടും പറയുകയാണ് ഒരു ഫോഴ്സ് മുഴുവൻ തൻ്റെ പിന്നിലുണ്ട്, താനിങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല, താൻ പറയും വിക്രമല്ലേ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ സാബ് ഇങ്ങനെ വിക്രം പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. ഇതിൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തൻ്റെ അനിയനും തൻ്റെ അളിയനും അടക്കം എല്ലാവരും ഇതുപോലെ കെടുപ്പിലാവും. മാത്രമല്ല തൻ്റെ വീട്ടിലെ 3 പെണ്ണുങ്ങളും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞത് ഓർക്കുകയാണ് കേട്ടോ. അപ്പോൾ സാബുവിന് പേടിയാവാണേ. അന്നേരം ചന്ദ്രശേഖരൻ ചോദിക്കുകയാണ്, പറയും സാബു ഇത് ചെയ്തത് വിക്രമല്ലേ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, താൻ പേടിക്കേണ്ട, തൻ്റെ കൂടെ ഞങ്ങളുണ്ട് എന്നൊക്കെ പറയുകയാണേ. പക്ഷേ സാബു പറയില്ല കേട്ടോ. സാബു പറയുന്നുണ്ട് ഇല്ല എനിക്കറിയില്ല, ഇരുട്ടായതുകൊണ്ട് എനിക്ക് ആളെ തിരിച്ചറിഞ്ഞില്ല, അത്രയും തന്നെ സാബു പറയുന്നുള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ശ്രീകാന്തും ചന്ദ്രശേഖരനും മാറി മാറി ചോദിക്കുകയാണ് കേട്ടോ. സാബു വിക്രമല്ലേ ഇത് ചെയ്തത്, വിക്രം തന്നെയായിരിക്കും ഇത് ചെയ്തത്, താൻ എങ്ങനെയോ ഓർത്തു നോക്കുന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് താൻ പേടിക്കൊന്നും വേണ്ട, തൻ്റെ കൂടെ ഞങ്ങളില്ലേ, പിന്നെ എന്തിനാണ് പേടിക്കുന്നത്. അപ്പോൾ പോലീസുകാരനും പറയുന്നുണ്ട് സാറ് സത്യം പറയുമെന്ന് പറയട്ടോ. പക്ഷെ ഒരു രക്ഷയില്ല, സാബു പറയുന്നത് എനിക്കറിയില്ല എന്ന് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഇവർ 3 പേരും കൂടി പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പുറത്ത് ചെന്നിട്ട് സംസാരിക്കുകയാണ്. ചന്ദ്രശേഖരൻ പറയുന്നുണ്ട് ഇന്നലെ വരെ നമ്മൾ കണ്ട സാബുവിനെയല്ല നമ്മൾ ഇന്ന് കാണുന്നത്, പേടിച്ച് വിറച്ച് ജീവനിൽ പേടിച്ച് കിടക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നതെന്ന് പറയും. അപ്പോൾ പോലീസുകാരൻ പറയും ഇന്ന് തുടങ്ങിയിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളതും ഈ വാക്കുകളൊക്കെ തന്നെയാണ്, പക്ഷെ ഒരു മാറ്റം ഉണ്ടായിരുന്നു, ആളാരാണെന്ന് വ്യക്തമായില്ല എന്ന് മാത്രം ഒരു കാര്യം നിങ്ങൾ വന്നത് കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഒന്നും കൂടെ നിർബന്ധിച്ച് ഇല്ലില്ല, ഇനി ഒന്നും കൂടെ നിർബന്ധിച്ചിട്ടൊന്നും കാര്യമില്ല, ഇതിൽ കൂടുതൽ സാറ് പറയുന്നു തോന്നുന്നില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പറയാണ് അത് എന്തായാലും നമുക്ക് അവനെ വിക്രമിനെ പൂട്ടണം, അതിന് വേറൊരു വഴിയും കൂടി ഉണ്ടെന്ന് പറയട്ടോ. അപ്പം എന്ത് വഴിയെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ഉണ്ടല്ലോ വേദ, അവൾ തന്നെ അച്ഛ അവളെങ്ങനെ വിശേഷിപ്പിക്കില്ലേ അവൻ്റെ ഭാര്യയാണ്, എനിക്കിത് കേൾക്കുമ്പോൾ എന്തോ പോലെ, നീ കേൾക്കുമ്പോൾ എന്തോ പോലെ ആയിട്ട് എന്താ കാര്യം, ഇപ്പം സത്യം അത് തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്തിനോട്. എന്നിട്ട് ചന്ദ്രശേഖരൻ പറയാണ് ഇപ്പം നമുക്ക് വിക്രമിനെ പൊക്കാനായിട്ട് 2 കാരണങ്ങളുണ്ട്. ഒന്ന് ആ മാർക്കറ്റ് ലഹളയുടെ പേരിൽ ഇപ്പോൾ അന്വേഷണം നടത്താനായിട്ട് കോടതി ഉത്തരവിട്ടിരിക്കുകയല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഉടനെ തന്നെ ആ കേസ് അന്വേഷണം ഈ നിൽക്കുന്ന പോലീസുകാരനെ ഏൽപ്പിക്കാനായിട്ട് പറയാം കേട്ടോ. തന്നെ ഏൽപ്പിച്ചാൽ താനത് ക്ലീനായിട്ട് ചെയ്യൂലേ എന്നൊക്കെ ചോദിക്കുകയാണ്. തനക്ക് പേടിയുണ്ടോ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയണേ എനിക്ക് പേടിയുണ്ട്, ഈ മാതിരി കെടുപ്പൊക്കെ കെടുത്തിട്ടുണ്ടെങ്കിലേ പിന്നെ കാലം മുഴുവൻ കെടുക്കേണ്ടി വരില്ലേ, അപ്പോൾ പിന്നെ സുഖമായില്ലേ എന്ന് ചന്ദ്രശേഖരൻ ചോദിക്കുകയാണ്. പിന്നെ കെടുപ്പിൽ തന്നെ ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടുമല്ലോ, പിന്നെ ഒന്നും ബുദ്ധിമുട്ടുകളുണ്ടാവുമല്ലോ. എടാ ഇതുപോലെ പേടിച്ച് നിൽക്കാനാണെന്നുണ്ടെങ്കിൽ ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമുണ്ടോ, ഇപ്പം അവൻ ചവിട്ടിയിട്ടുള്ളത് നമ്മുടെ ഈഗോമിലാണ് അവൻ ചവിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പം നമ്മൾ അടങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് കയറാനായിട്ട് നമ്മൾ തന്നെ എടി വെച്ച് കൊടുക്കുന്നത് പോലെയായിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം ആ ലഹളയുടെ കാര്യങ്ങൾ കുത്തിപ്പൊട്ടിക്ക് കൊണ്ടുവരിക, ശ്രീനിവാസനെ അറസ്റ്റ് ചെയ്യുക,
ഒരു ഇലക്ഷന്റെ സമയത്ത് ശ്രീനിവാസനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഏത് മാളത്തിലാണെങ്കിലും അവൻ പുറത്തു വരും ഉറപ്പായിട്ടും. പിന്നെ വരുണിന്റെ കൊലപാതകത്തിന്റെ പേരും പറഞ്ഞിട്ട് ഒരു ലുക്കൗട്ട് നോട്ടീസും കൂടെ അങ്ങോട്ട് ഇറക്കാം അവന്റെ. ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും അവനെ നമുക്ക് പിടിയിൽ കിട്ടും. പിന്നെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായില്ലേ എന്നൊക്കെ ചന്ദ്രശേഖരൻ ഇങ്ങനെ ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെ. അപ്പം അത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് സന്തോഷമാണ് കേട്ടോ. ഇപ്പം ഈ പറഞ്ഞ ഐഡിയകളൊക്കെ കുറച്ച് ബെറ്റർ ആണെന്ന് ശ്രീകാന്തിന് തോന്നുകയാണെ. അങ്ങനെ ചന്ദ്രശേഖരൻ പറയാണ് ഉടനെ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണം എന്ന് പറയാണ്. അങ്ങനെ അവർ അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിരിയാണ്. പിന്നെ കാണിക്കുന്നത് വിശ്വൻ പുറത്ത് പ്രൊഡക്റ്റ്സൊക്കെ കൊണ്ടുപോയിട്ട് വരികയാണ് കേട്ടോ. അപ്പം ബാഗൊക്കെ എല്ലാവരും കൂടിയിട്ട് കെട്ടൊക്കെ അഴിച്ച് താഴ്ത്തിറക്കുന്നുണ്ട്. ഈ സമയത്ത് കച്ചവടത്തിനെ കുറിച്ചൊക്കെ വിശ്വം പറയുന്നുണ്ട്. ആൾക്കാർക്കൊക്കെ വാങ്ങിക്കാനായിട്ടൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോരോ കാര്യങ്ങൾ ചോദിച്ച ആൾക്കാർ നമ്മളോട് മുന്നിട്ട് ഇങ്ങോട്ട് വരികയാണ് അച്ഛാന്നൊക്കെ പറയാണ്. അപ്പോൾ മാഷ് പറയാണ്, നീ ആ കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, ഇങ്ങോട്ട് വന്നവരെ അതേ രീതിയിൽ തന്നെ നമ്മൾ മറുപടി പറഞ്ഞ് തിരിച്ചയക്കണം. പണ്ട് വിക്രമ പറയുമായിരുന്നു, വിക്രമിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിക്രമ പലപ്പോഴും ഓരോരോ കാര്യങ്ങളിൽ ചെന്ന് പെട്ടിരുന്നത്. പിന്നെ അവനവൻ്റെ കാര്യം നോക്കിയിട്ട് വേണം മറ്റുള്ള കാര്യം നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് പറയണിടുമ്പോൾ വിശ്വം പറയണം, അച്ഛനിപ്പോൾ വിക്രമിൻ്റെ തല്ലികൊളുത്ത തരത്തിനൊക്കെ കൂട്ടുനിന്ന് തുടങ്ങിയെന്ന് ചോദിക്കണം. അതല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഇത്രയും കാലം അവനൊരു പ്രശ്നക്കാരനാണ് എന്ന് വിചാരിച്ചാണ് ഞാൻ അവൻ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ എതിർത്തിരുന്നത്. പക്ഷെ അവൻ പ്രശ്നക്കാരനെന്താണെന്നും ചില ആൾക്കാർ ഇവിടെ മനഃപൂർവ്വം നമ്മുടെ കണ്ണിൽ പൊടിയിട്ട് കിടക്കുകയാണെന്നൊന്നും നമുക്കറിയില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണെ. അന്നേരം നന്ദിനി ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണെ. നന്ദിനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വിനായകനെ കുറിച്ചാണ് പറഞ്ഞതെന്ന്. അപ്പോൾ വിശ്വം പറയാണ് വേറൊരു കാര്യമുണ്ട് എന്ന് പറയാനിട്ട്. എന്ത്? ആ ഇൻസ്പെക്ടർ ആരോ തല്ലിച്ചതച്ച് ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്. ആരോന്ന് വെച്ചാൽ അതാരാന്ന് ശ്രീജ ചോദിക്കും കേട്ടോ. അത് നാട്ടുകാർക്കിടയിൽ ഒരു ചെറിയ സംശയമുണ്ട്. എന്ത്? വിക്രമാണ് അത് ചെയ്തതെന്ന് ആണ് ആൾക്കാർക്ക് സംശയം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആകെ ഞെട്ടി നിൽക്കാൻ കേട്ടോ മാഷും കമലാമ്മയൊക്കെ. പിന്നെ പ്രേമമാണ് കാണിച്ചിട്ടുള്ളത്. പ്രേമോലും വിക്രമും വേദയും കൂടിയിട്ട് അടിപിടിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ രണ്ടുപേരും സ്നേഹത്തോട് കൂടിയിട്ടുള്ള അടിപിടിയൊക്കെ തന്നെയാണ്. ഈ ചോറും കഞ്ഞിയൊക്കെ എങ്ങനെ എനിക്ക് എപ്പോഴെപ്പോഴും ഇങ്ങനെ കൊണ്ടുതരും ആൾക്കാരില്ലേ, ഇത് ആൾക്കാർ കാണുന്നില്ലേ നീ ഇതിങ്ങനെ കൊണ്ടുവരുന്നൊക്കെ ചോദിക്കുകയാണ്. എന്തായാലും ഇതിപ്പോൾ ഒരു കാരാഗ്രഹവാസം പോലെ ആയിട്ടുണ്ട്. ഇത്രയും ഇതിനേക്കാൾ നല്ലത് ജയിൽ ശിക്ഷയാണ് എന്ന് പറയാൻ കേട്ടോ. ഇതിപ്പോൾ വലിയ ജയിൽ ശിക്ഷ പോലെ ആയല്ലോ എന്ന് പറയട്ടോ. ഇങ്ങനെ ജയിൽ ശിക്ഷയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ഇതേപോലെ ഒരുപാട് കാലം ഇങ്ങനെ ജീവിക്കാലോ എന്നൊക്കെ വേദം പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ശങ്കരനാരായണൻ വരുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്